രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വണ്ടി എടുത്ത് പോവാണ്. ഇന്ന് എ ഡിവിഷൻ മാച്ചുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഇതൊരു മസ്റ്റ് വിൻ ഗെയിമും കൂടിയാണ്. വളരെ ക്രൂഷ്യൽ മാച്ചാണ്. നമുക്കിപ്പോൾ 3 മാച്ചുകൾ കഴിഞ്ഞു, 2 മാച്ചുകൾ കൂടിയാണുള്ളത്. നമുക്ക് രണ്ടും വിജയിച്ച് തന്നെ പറ്റുള്ളൂ. നമ്മൾ തൃശ്ശൂർ ആത്രയ ഗ്രൗണ്ടിൽ വെച്ചാണ് കളിയുള്ളത്. അപ്പോൾ നമ്മൾക്ക് 7:30ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു 7:30യോടെ നമ്മൾ ഗ്രൗണ്ടിലെത്തി നോക്കുമ്പോൾ സ്റ്റാർട്ടിന് ചെറിയ ഡിലേ ഉണ്ട്. റോളിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ വിക്കറ്റിൽ, കാരണം തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നല്ലോ. അപ്പം ഇതാണ് ആത്രയിലെ ഗ്രൗണ്ട്. വളരെ നല്ലൊരു ഗ്രൗണ്ടാണ്. സ്ട്രെയിറ്റ് ബൗണ്ടറീസ് കുറച്ച് ചെറുതാണ്. അതുപോലെ തന്നെ ഔട്ട്ഫീൽഡും അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഔട്ട്ഫീൽഡാണ്. വളരെ നല്ല ഗ്രൗണ്ടാണ് കളിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോസ് നമുക്ക് കിട്ടിയില്ല, ടോസ് അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അവരത് ബോളിംഗ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം വാമ്പ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പിച്ച് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കളിക്കുന്ന പിച്ച്. അപ്പോൾ എതിർ ടീമിലെ പ്ലേയേഴ്സ് പിച്ച് നോക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് സജഷൻസ് ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത്. എന്ത് ഫ്ലാറ്റാ ടോസ് കിട്ടിയാൽ എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്? അവരൊന്നും വിട്ടു പറയും. കളി എത്ര ഓവറാക്കി? ടോസ് നമുക്ക് എന്തായാലും കിട്ടാൻ സ്ഥിതിക്ക് നമ്മൾ ബോളിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ക്രൂഷ്യൽ ഗെയിം ആയതുകൊണ്ട് എല്ലാവരും ജയിക്കാനുള്ളൊരു നല്ല കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വാമ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് 1 ഡൗൺ ആണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര സ്മൂത്ത് ആയിട്ട് വരുന്നില്ല. പുറമേന്ന് കണ്ടപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു, പക്ഷെ അകത്ത് കുറച്ച് വെറ്റാണ്. അപ്പോൾ ഒന്ന് പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചില ബോളുകൾ താഴുന്നുമുണ്ട്. അപ്പോൾ വലിയ സ്കോർ എത്തിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ 15 ഓവറും ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 6 വിക്കറ്റിന് 124 റൺസാണ് കിട്ടിയത്. നമുക്കത് എന്തായാലും ഡിഫെൻഡ് ചെയ്യാൻ ഈ വിക്കറ്റിൽ പറ്റും എന്ന കോൺഫിഡൻസ് നമുക്കുണ്ട്. നമുക്ക് എന്താവും നോക്കാം. തട്ടാ നിക്കണ്ട. അങ്ങനെ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടത് 124 റൺസാണ്. 15 ഓവറാണ് കേട്ടോ കളി, കാരണം സ്റ്റാർട്ട് ഡിലേ ആയി, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ഓവേഴ്സും ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 15 ഓവറാണ് ഗെയിമുള്ളൂ. 20 ഓവർ നടക്കേണ്ട ഗെയിമാണ്. നമ്മൾ 124 ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ നമുക്കൊരു 3 വിക്കറ്റ് കിട്ടി. ഒരു 13 റൺസിന് നമ്മൾ 3 വിക്കറ്റും എടുത്തതാണ്. പക്ഷെ എന്നാലും ഇടയിലൊരു പാർട്ണർഷിപ്പ് വന്ന് ഒരു ചേട്ടൻ 50 ഒക്കെ അടിച്ച് അവരുടെ ടീമിനെ ടാർഗറ്റിന് അടുത്തേക്ക് എത്തിച്ചു. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല. കളി ലാസ്റ്റ് ഓവർ വരെ നമ്മൾ എത്തിച്ചു. ലാസ്റ്റ് ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്നത് 6 റണ്ണാണ്. എന്നിട്ട് നമ്മൾ പിടിച്ച് അത് ഒരു ബോളിൽ 2 റൺസ് എന്ന നിലയിലാക്കി. അങ്ങനെ കളി ടൈ ആയി. അപ്പോൾ ടൈ ആയാൽ സൂപ്പർ ഓവറോ ഒന്നുമില്ല, നമുക്ക് പോയിന്റ്സ് ഷെയറിങ് ആണ്. അപ്പോൾ 2 പോയിന്റാണ് നമുക്കൊരു വിന്നിന് കിട്ടുക. അത് ഓരോരോ പോയിന്റായിട്ട് കിട്ടി. പിന്നെ നമുക്ക് ഒരു മത്സരം കൂടിയാണുള്ളത് എ ഡിവിഷനിൽ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എന്തായാലും വരും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതും ഒരു മസ്റ്റ് വിൻ ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് എന്തായാലും ജയിച്ചിരുന്നെങ്കിൽ അന്ന് നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കായിരുന്നു. പക്ഷെ അടുത്ത മാച്ച് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഇനിയും തുടർച്ചയായിട്ട് മാച്ച് വ്ളോഗ്സും അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.